everyone, welcome back to Salem Learning and heartily welcome to our English class. This is Mohammed Shaju. You can call me SJ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് how to use make and do. മേക്കും ഡൂം എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുക എന്നതാണ്. വേഗം നമുക്ക് നോക്കാം. ഒന്ന്, മേക്ക് എന്ന് പറയുന്ന ഈ വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു പുതിയ കാര്യത്തെ പറ്റി പറയാം, ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഒരു ന്യൂ തിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിനാണല്ലോ നമ്മൾ മേക്ക് എന്ന് പറയുക. ഓക്കെ, അപ്പൊ എന്താ ഡു എന്ന് പറഞ്ഞാൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടാസ്ക് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ഒക്കെ ചെയ്യാനാണ് നമ്മൾ ഡു എന്ന വേർഡ് യൂസ് ചെയ്യുക. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ, നോക്കാം. ഫസ്റ്റ് വൺ, ഡാഷ് എ കപ്പ് ഓഫ് ടീ. മേക്ക് എ കപ്പ് ഓഫ് ടീ എന്നാണോ ഡു എ കപ്പ് ഓഫ് ടീ എന്നാണോ പറയാ? ടീ എന്ന് പറയുന്നത് പുതിയൊരു സാധനമാണ് അല്ലെ, അവിടെ ഓൾറെഡി ഉള്ളതല്ല. അപ്പൊ നമ്മൾ ഉണ്ടാക്കണത്, അപ്പൊ എന്തായിരിക്കും പറയാ? മേക്ക് ആണ് അവിടെ വരിക അല്ലെ. മേക്ക് എ കപ്പ് ഓഫ് ടീ എന്നാണ് നമ്മൾ പറയാം. സെക്കൻഡ് വൺ, ഡാഷ് ദ ഡിഷസ്. ഡാഷ് ദ ഡിഷസ്. ഡു ദ ഡിഷസ് ആണോ മേക്ക് ദ ഡിഷസ് ആണോ? ഡിഷസ് മീൻസ് പാത്രങ്ങളാണ്. പാത്രങ്ങൾ കഴുകുന്നതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഓൾറെഡി ഉള്ളതല്ലേ പാത്രങ്ങൾ, അപ്പൊ നമ്മൾ എന്താ പറയാ? ഡു ദ ഡിഷസ് എന്നാണ് പറയാ. ഡു ദ ഡിഷസ്. തേർഡ് വൺ, ഡാഷ് എക്സസൈസ്. ഡാഷ് എക്സസൈസ്. മേക്ക് എക്സസൈസ് ആണോ ഡു എക്സസൈസ് ആണോ? Exercise is already existing, so we are doing it. Do the exercise. Next one, dash a cake. Again, cake is a new one. Already ഉള്ളതല്ല, നമ്മളൊന്ന് ഉണ്ടാക്കണം അല്ലെ. അപ്പൊ നമ്മൾ എന്താ പറയാം? മേക്ക് എ കേക്ക് എന്നാണോ ഡു എ കേക്ക് എന്നാണോ പറയാ? മേക്ക് എ കേക്ക്. മേക്കിംഗ് കേക്ക്സ് അല്ലെ. നെക്സ്റ്റ്, ഡാഷ് എ സാൻഡ്വിച്ച്. വെരി സിമ്പിൾ. സാൻഡ്വിച്ചും എന്തെന്നെയായിരിക്കും? മേക്ക് എ സാൻഡ്വിച്ച്. ഡാഷ് എ ജോബ്. ഒരു ജോബ് ആണെങ്കിൽ അത് നമ്മൾ മേക്ക് ചെയ്യാണോ അല്ലെങ്കിൽ ഡു ചെയ്യാണോ? ഡൂയിങ് ദ ജോബ് ഓർ ഡു എ ജോബ്. നെക്സ്റ്റ് വൺ, ഡാഷ് ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ് എന്താ ചെയ്യാ? മേക്ക് എ ബ്രേക്ക്ഫാസ്റ്റ്. ഫുഡ് അല്ലേ, അപ്പോ മേക്കിംഗ് ദ ബ്രേക്ക്ഫാസ്റ്റ്. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഡാഷ് മണി. മേക്ക് മണി ആണോ ഡു മണി ആണോ? താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. എന്തായിരിക്കും ഇതിന്റെ ആൻസർ? മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികൾ ആരാണെന്ന് നമുക്ക് നോക്കാം. പേര് വെച്ച് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. Now, this is Mohammed Shaju signing off from Salem Learning. നിങ്ങൾക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ബട്ടൺ അമർത്തുക. താങ്ക് യു.